പുതുതായിട്ട് ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആമസോണിൽ ചെയ്യണതാണോ ബെറ്റർ അതോ ഷോപ്പിഫൈയിൽ ചെയ്യുന്നതാണോ ബെറ്റർ? ഇപ്പോൾ ഇവിടെ ആമസോൺ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് വന്ന് സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ. ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, നമ്മളൊരു മാർക്കറ്റ് പോലെ ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ് ആമസോൺ എന്ന് പറയുന്നത്. ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാലോ, നമ്മളുടെ ഓൺ പോർട്ടലാണ്. അപ്പോൾ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് നമ്മളുടെ പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതാണ് ഷോപ്പിഫൈയിലുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള പല സിനാരിയോസ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഒരാൾക്ക് ഏതാണ് ബെറ്റർ എന്ന് അനലൈസ് ചെയ്യാൻ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ബ്രാൻഡ് കൺട്രോളാണ്. ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ്, അതിൻ്റെ എത്രത്തോളം കൺട്രോൾ നമ്മളതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആമസോൺ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇ കോമേഴ്സ് സ്റ്റോർ ആമസോണിലാണ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആമസോണിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് അതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മളൊരു സെല്ലർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ആമസോൺ ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ബ്രാൻഡ് കൺട്രോൾ അവിടെ ആമസോണിൽ കിട്ടണമെന്നില്ല. കാരണം നമ്മളെ പോലെ വേറെയും ബ്രാൻഡ്സുകൾ, സെയിം കൈൻഡ് ഓഫ് പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡ്സുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഒരു ബ്രാൻഡ് കൺട്രോൾ ആമസോണിൽ കിട്ടണമെന്നില്ല. പക്ഷേ ഒരു ഷോപ്പിഫൈയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ഒരു കസ്റ്റമർ വരുമ്പോൾ തന്നെ നമ്മളുടെ പേരായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് നെയിം ആയിരിക്കും അവിടെ ഹൈലൈറ്റ് ആവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു ബ്രാൻഡ് അവയർനെസ്, നമ്മളുടെ ബ്രാൻഡിൻ്റെ അവയർനെസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ആമസോണിൽ പോകുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ ആമസോണിൽ എന്താണ് റാൻഡമായിട്ട് കുറേ പ്രോഡക്ട്സുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മളത് ഒരു ബ്രാൻഡ് അവിടെ ഫെമിലിയർ ആവാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. മീൻസ് എന്തായാലും ഒരു ബ്രാൻഡ് അവിടെ ഫെമിലിയർ ആവും, ബട്ട് ഒരു ആമസോണിൽ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരേ പ്രോഡക്റ്റ് തന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ബ്രാൻഡിനെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഫോൺ വെബ്സൈറ്റ് ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ബ്രാൻഡ് മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രാൻഡ് കൺട്രോൾ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ഓൺ വെബ്സൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവിടെ നമുക്ക് ഷോപ്പിഫൈയിലായിരിക്കും ബ്രാൻഡ് കൺട്രോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഷോപ്പിഫൈ ആയിരിക്കും ബെറ്റർ. അടുത്തത് ഇനിഷ്യൽ സെറ്റപ്പ് ആണ്. ഇനിഷ്യൽ സെറ്റപ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിഫൈയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ പോലും വേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിഫൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു COD ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അത് ഒരു ആമസോണിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു ബിസിനസ് രജിസ്ട്രേഷൻ വേണം, കംപ്ലീറ്റ് ആയിട്ടൊരു GST വേണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ സെല് ചെയ്യുന്ന പ്രോഡക്റ്റിന് ആ പ്രോഡക്റ്റിൻ്റെ ഒന്നുകിൽ ട്രേഡ് മാർക്ക് ലൈസൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ബ്രാൻഡ് എടുക്കുന്നത് ആ ബ്രാൻഡിൻ്റെ ഓതറൈസേഷൻ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫോർമാലിറ്റീസ് ഉണ്ട് ആമസോണിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റിൽ ഇപ്പോൾ ഷോപ്പിഫൈയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഷോപ്പിഫൈയിലെ ഇനിഷ്യൽ സെറ്റപ്പിൽ ഒരു ക്യാപിറ്റൽ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു തീം നമുക്ക് സെറ്റ് ചെയ്യാനും, പിന്നീട് നമുക്ക് ആ ഒരു ഷോപ്പിഫൈ പ്ലാൻസിൻ്റെ കോസ്റ്റ് ഒക്കെ കുറവാണെങ്കിൽ പോലും ഒരു ചെറിയൊരു ഇനിഷ്യൽ സെറ്റപ്പ് അവിടെ ഉണ്ടാവും. പക്ഷേ ആമസോണിൽ വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇന്ന് ഇന്ത്യൻ ആമസോണിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു സെല്ലർ ഓൺ ബോർഡിംഗ് ഒക്കെ ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ബിസിനസ് രജിസ്ട്രേഷൻസും ട്രേഡ് മാർക്കും ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആമസോണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് രജിസ്ട്രേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ആമസോൺ ആയിരിക്കും ബെറ്റർ. അപ്പോൾ അല്ലാതെ നിങ്ങളൊരു ജസ്റ്റ് ബിസിനസ് രജിസ്ട്രേഷൻസോ ഒന്നും ഇല്ലാതെ GST ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈയിലായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് നമുക്ക് നോക്കേണ്ട ഒരു ഏരിയ ട്രാഫിക്കാണ്. ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ ആണ് നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ വെബ്സൈറ്റിലോട്ട് നമ്മൾ തന്നെ ട്രാഫിക് കൊണ്ടുവരണം. നമ്മൾ തന്നെ ആഡ്സ് ചെയ്ത് ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രാഫിക് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ സെയിൽ എടുക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അവിടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് പോലെയുള്ള അഡ്വാൻസ് ലെവൽ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് സെയിൽ അവിടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോലെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ കൊളാബറേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ തന്നെ ആ ട്രാഫിക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സെയിൽ അവിടെ ജനറേറ്റ് ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആമസോണിൽ തന്നെ ഒരുപാട് യൂസേഴ്സ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു ആമസോൺ എന്ന് പറയുന്ന ഒരു ഗൂഗിൾ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ, ഒരു പ്രോഡക്ട്സിൻ്റെ സെർച്ച് എഞ്ചിൻ തന്നെയാണ് ഒരു ആമസോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അതിനകത്ത് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മേ ബി വിത്തിൻ എ വീക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിന് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സെയിൽസ് വരാൻ, ഓർഗാനിക്കായിട്ട് സെയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളേതായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാതെ തന്നെ മേ ബി സെയിൽസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. വൺസ് അതിനകത്ത് സെയിൽസ് വന്നു തുടങ്ങി, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സെയിൽസ് ഒക്കെ വരാനുള്ള ചാൻസ്
ആമസോണിനകത്തുണ്ട്. മാത്രമല്ല ആമസോണിനകത്ത് പെയ്ഡ് ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയ്ഡ് ആഡ്സ്, സ്പോൺസേഡ് ആഡ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു സെയിൽ എത്താനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ട്രാഫിക് കൊണ്ടുവരാൻ ഏറ്റവും ബെസ്റ്റ് ആക്ച്വലി ആമസോൺ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മറ്റേതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ട്രാഫിക്, ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓൺ വെബ്സൈറ്റിലോട്ട് നമുക്ക് ട്രാഫിക് കൊണ്ടുവരാൻ പറ്റൂ. ബട്ട് ഓർഗാനിക്കലി നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ട്രാഫിക് കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ആമസോണിലാണ്. മീൻസ് സെയിൽസ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ആമസോണിലാണ്. അടുത്തൊരു ഏരിയ നമുക്ക് നോക്കേണ്ടത് പ്രോഫിറ്റ് മാർജിനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് മാർജിൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓൺ വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്ന ചാർജസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാഫിക് കൊണ്ടുവരാൻ നമുക്കൊരു ചാർജസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ചാർജസ് ഉണ്ടാവും. പിന്നെ ഓൺ പോർട്ടലിൽ നമ്മൾ ആ പോർട്ടലിൻ്റെ റെൻറ്റ് ഒക്കെ മീൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഓരോ പ്രീപെയ്ഡ് ഓർഡേഴ്സിന് നമ്മൾ അഡീഷണൽ ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചാർജസ് ഓൺ പോർട്ടലിൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ പക്ഷേ ആമസോണിൽ വരുമ്പോൾ നമുക്ക് ഓരോ പ്രോഡക്ട്സ് വിറ്റ് പോകുന്നതിന് നമുക്കൊരു കമ്മീഷൻ ആയിരിക്കും. ഇപ്പോൾ മേ ബി ഒരു 10 to 30% കമ്മീഷൻസ് ഒക്കെയാണ് ഓരോ പ്രോഡക്റ്റ് കാറ്റഗറി ആയിട്ട് നമുക്ക് ആമസോൺ ഒക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഫിറ്റ് മാർജിനിലോട്ട് വരുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോൾ ഈ പ്രോഫിറ്റ് മാർജിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺ പോർട്ടലിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് മാർജിനിലോട്ട് എത്താൻ പറ്റും. പക്ഷേ ഇനിഷ്യൽ ലെവലിൽ അത് കുറവാണെങ്കിൽ പോലും നമുക്കൊരു വൺസ് ഒരു കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിനിലോട്ട് നമ്മളുടെ ഓൺ സ്റ്റോറിൽ എത്താൻ പറ്റും. പക്ഷേ ആമസോണിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട്, ട്രാഫിക്കിന് നമ്മളൊരു അഡീഷണൽ ആയിട്ട് കോസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് മേ ബി ഇനിഷ്യൽ ടൈമിൽ തന്നെ നമുക്ക് ഓരോ പ്രോഡക്റ്റ് പോകുമ്പോഴും നമുക്കൊരു പ്രോഫിറ്റ് മാർജിൻ ആമസോൺ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിനെയാണ്, കസ്റ്റമർ റിട്ടൻഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. നമ്മളിപ്പോൾ ഒരു ഇ-കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് കസ്റ്റമേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വരുമ്പോഴാണ് നമുക്ക് ഇത് ഏതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഇ-കോമേഴ്സ് ബിസിനസ് തുടങ്ങി, ഇപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയണ്ട എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആമസോണിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് സെയിൽസ് വന്നു തുടങ്ങും. മേ ബി ഇത് ഇനിഷ്യൽ സെയിൽസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റും വന്ന് തുടങ്ങുമായിരിക്കും. പക്ഷേ ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ആമസോണിൽ വരുമ്പോൾ അത് ആമസോണിൻ്റെ കസ്റ്റമറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ഇത് അവർ ആമസോണിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു ഡേറ്റയും ആമസോൺ നമുക്ക് തരത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ വരുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഓൺ പോർട്ടൽ ഉണ്ടാവുക. കാരണം നമ്മൾ ഓൺ പോർട്ടലിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എല്ലാം, സെയിൽസ് എല്ലാം, അതെല്ലാം നമ്മളുടെ കസ്റ്റമർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിഫൈയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റോർ, അതിനകത്ത് വരുന്ന സെയിൽസ് എല്ലാം നമുക്ക് കസ്റ്റമറിൻ്റെ എക്സാക്ട് ഡാറ്റാസ് നമുക്ക് കിട്ടും. ആ കസ്റ്റമേഴ്സിന് നമുക്ക് തിരിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇമെയിൽ, SMS, വാട്സാപ്പ് ഇതുവഴിയെല്ലാം ഏതൊക്കെ രീതിയിൽ വേണോ കസ്റ്റമേഴ്സിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ അവരെ നമുക്ക് അറിയിക്കാൻ പറ്റും. അവരുമായിട്ടൊരു ഡയറക്റ്റ് ഒരു റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ആമസോണിൽ വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വൺ അമോങ് ഓഫ് ഒരു ലോട്ട്സ് ഓഫ് ബ്രാൻഡ്സ് ആണ് ആമസോണിൽ വരുമ്പോൾ. നമുക്ക് മേ ബി നമ്മളുടെ നമ്മൾ വിൽക്കുന്ന സെയിം പ്രോഡക്റ്റ് തന്നെ മേ ബി അതേ സിമിലർ പ്രോഡക്ട്സ് തന്നെ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് സെല്ലേഴ്സ് അവിടെ വിൽക്കുന്നുണ്ടായിരിക്കും. ആമസോണിന് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ സെല്ലേഴ്സും ഒരുപോലെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് ആപ്റ്റായിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സിനെ അവർ ഹൈലൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇൻസൈഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആമസോൺ തന്നെ നമുക്കൊരു കോമ്പറ്റീറ്ററായിട്ട് വരും. അപ്പോൾ ആമസോണിനകത്ത് കംപ്ലീറ്റ് അനാലിറ്റിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും കാറ്റഗറിയിൽ ഒരുപാട് ക്വയറീസ് ഉണ്ട്. അപ്പോൾ അവിടെ ഡിമാൻഡ് മീൻസ് സപ്ലൈ കുറവാണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ഒരു ബ്രാൻഡ് തന്നെ ഇൻസൈഡായിട്ട് ആമസോണിൻ്റെ കമ്പനീസ് ഉണ്ട്. ആമസോൺ അവർ തന്നെ ഒരു ബ്രാൻഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ അവരെ പ്രോഡക്റ്റ് അവർ പ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസൈഡായിട്ട് ആമസോൺ തന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ ആമസോണിൻ്റെ ഡാറ്റയൊക്കെ പുറത്തുള്ള പല ടൂൾസ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ്, നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഈ സെല്ലേഴ്സ് കുറവാണ്, കോമ്പറ്റീഷൻ കുറവാണ്, അങ്ങനെയൊക്കെയുള്ള ഹീലിയം 10 പോലെയുള്ള ഈ ടൂൾസൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം സെയിൽ വരാണെങ്കിൽ മേ ബി വിത്തിൻ ഫ്യൂ മന്ത്സ് തന്നെ അവിടെ പുതിയ കുറേ സെല്ലേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്.
പുതിയ സെല്ലേഴ്സ് വന്നില്ലേ മേ ബി ആമസോൺ തന്നെ അവിടെ ഒരു കോമ്പറ്റീഷനായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബിസിനസ് അവിടെ ഒരു സ്റ്റെബിലിറ്റി അല്ല. എപ്പോഴും വേണോ നമ്മളുടെ ബിസിനസ്സിന് ഒരു മേ ബി ഒരു ഗ്രോത്ത് ഉണ്ടായാലും ഒരു ടൈം വെച്ച് മേ ബി അത് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ക്ലയൻസ് കണ്ടിട്ടുണ്ട്. എൻ്റെ ക്ലയൻസ് ലിസ്റ്റ് തന്നെ അങ്ങനെ ആമസോണിൽ നിന്ന് നല്ലൊരു സെയിൽ വന്നതിന് ശേഷം ഒരു മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് ഡ്രോപ്പായി അവരുടെ സെയിലെല്ലാം ഡൗൺ ആയ ആളുകളുണ്ട്. അപ്പോൾ പിന്നീടായിരിക്കും അവർ ഓക്കെ ഇത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷൻ അല്ല, നമുക്കൊരു ഓൺ പോർട്ടലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഓൺ പോർട്ടൽ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു കൺട്രോൾ ഉണ്ടാവും. കാരണം ഈ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം നമുക്ക് വീണ്ടും മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ഡേറ്റ കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ പേഴ്സണൽ ഡേറ്റയും അനലിറ്റിക്കൽ ഡേറ്റയും നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അവരുടെ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ കംപ്ലീറ്റ് പിക്സൽ, ഈ ഗൂഗിൾ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ വീണ്ടും നമുക്ക് റീടാർഗറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ റിട്ടൻഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻസിൽ ഏറ്റവും ബെസ്റ്റ് വരുന്നത് നമ്മൾ ഓൺ പോർട്ടലാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ഇ കോമേഴ്സ് പോർട്ടൽ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സ്ഥലവും. കാരണം ഈ ഒരു റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗ്രോത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആമസോണിൽ മാത്രമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ത്രെഡുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും അത് ചിലപ്പോൾ നമ്മൾ നല്ല ഗ്രോത്തിലോട്ട് പോകുന്ന സമയത്ത് നിന്ന് പെട്ടെന്ന് തന്നെ അത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങളുണ്ടാകും. കാരണം ആമസോണിൻ്റെ സെയിൽ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ഇൻവെൻട്രീസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കും. മേ ബി ഒരുപാട് റിസോഴ്സസും എമൗണ്ടൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഒരു സമയത്ത് അത് സെയിൽസ് ഡ്രോപ്പായി കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഇമ്പാക്റ്റ് ബിസിനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ കസ്റ്റമർ റിലേഷൻസിലും കസ്റ്റമർ റിട്ടൻഷനും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺ പോർട്ടലിൽ തന്നെയാണ്. ഇനി അടുത്തൊരു പാർട്ട് നമ്മൾ പറയേണ്ടത് ഡെലിവറിയാണ്. ഇപ്പോൾ ഡെലിവറിയുടെ കേസ് വരുമ്പോൾ നമ്മൾ ഓൺ പോർട്ടലാകുമ്പോൾ നമ്മൾ തന്നെ ഷിപ്പ് ചെയ്യണം. ഇപ്പോൾ ഒന്നുകിൽ നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഇത് വെയർ ഹൗസസ് ഒക്കെ ഉണ്ടാവും, അതുവഴി നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആമസോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ കൂടുതലും ഇന്ന് ആമസോൺ ഫുൾഫിൽ ബൈ ആമസോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് ആമസോണിൻ്റെ വെയർ ഹൗസിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമസോൺ തന്നെ അത് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് അത് ഡെലിവറി ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ആ ഡെലിവറിയുടെ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ആമസോണും നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആമസോൺ ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ എന്നാലും നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് നല്ലൊരു പാക്കിങ്ങിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡെലിവറിയിൽ ഏകദേശം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും ഏകദേശം സെയിം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ അതിനൊരു കമ്പാരിസൺ പറയാനില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കും കസ്റ്റമേഴ്സിന് ഒരു നല്ലൊരു ഡെലിവറി പാക്കേജ് കൊടുക്കാൻ പറ്റും. പിന്നെ ആമസോണിൻ്റെ FBA നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആമസോണിൻ്റെ ഈ ഫുൾഫിൽ ബൈ ആമസോൺ വെയർ ഹൗസസ് ഓൾ ഓവർ ഇന്ത്യ തന്നെ, ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും ഉണ്ട്. മിക്ക മെട്രോ സിറ്റീസിലും അവർ ഇപ്പോൾ വെയർ ഹൗസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പെട്ടെന്ന് കസ്റ്റമറിന് ഷിപ്പ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് തന്നെ മൾട്ടിപ്പിൾ വെയർ ഹൗസസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ എ ഡേ ഡെലിവറിയൊക്കെ ആമസോൺ ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ആമസോണിലുണ്ട്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമ്മളുടെ ഓൺ പോർട്ടലിലും ആണെങ്കിൽ പോലും ഇന്ന് ഈ തേർഡ് പാർട്ടി വെയർ ഹൗസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ട്. വെയർ IQ, പിന്നെ ഷിപ്പ് റോക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള കമ്പനീസൊക്കെ ഇന്ന് തേർഡ് പാർട്ടി ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഈ ആമസോൺ എത്തിക്കുന്ന സ്പീഡിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഡെലിവറി ഇന്ന് ഓൾമോസ്റ്റ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആമസോണിൻ്റെ ഡെലിവറി സ്പീഡിൽ തന്നെ നമുക്ക് ഇന്ന് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 2-1 പോലെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പാർട്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഓൺ പോർട്ടലും വേണം, ഇപ്പോൾ ഷോപ്പിഫൈ പോലെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഓൺ വെബ്സൈറ്റും വേണം, അതോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റ് പ്ലേസ് പ്രസൻസും വേണം. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് മേജറായിട്ടുള്ള നമ്മളുടെ കാറ്റഗറി പ്രോഡക്ട്സ് ഏതാണോ ആ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസസിലൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നല്ലൊരു പ്രസൻസ് ഉണ്ടാവും. എന്നാൽ നമ്മളുടെ പ്രൈമറി ഫോക്കസ് നമ്മളുടെ ഈ വെബ്സൈറ്റിലും ആയിരിക്കണം. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ നല്ലൊരു കസ്റ്റമേഴ്സിന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നല്ല മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു കസ്റ്റമേഴ്സിന് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. എന്നാൽ അതർ സൈഡായിട്ട് ആമസോണിലും ഒരു സെയിൽ നടക്കും. അപ്പോൾ ആമസോണിൽ നടക്കുന്ന സെയിലിനെ എങ്ങനെ അടുത്ത നെക്സ്റ്റ് പർച്ചേസസിൽ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. ആമസോണിൽ പോകുന്ന പ്രോഡക്ട്സിന് നമുക്ക് താങ്ക് യു കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് മേ ബി ആ പ്രോഡക്റ്റിനൊരു വാറണ്ടിയോ, അതൊക്കെ വാറണ്ടി ക്ലെയിം ചെയ്യണമെങ്കിൽ ഇന്ന
ഒരു വാട്സാപ്പിലോട്ട് മെസ്സേജ് ചെയ്യാനൊക്കെ പറയാം. അല്ലെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിന് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ ഒരു 10-20% ഡിസ്കൗണ്ടൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഒരു കണക്ഷൻ ആമസോണിൽ സെല്ല് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കസ്റ്റമേഴ്സ് നമ്മളുടെ ഈ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വാട്സാപ്പ് ഓട്ടോമേഷനിലോ കയറി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വൺസ് അവർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളുടെ മെസ്സേജസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ ആമസോണിൽ വരുന്ന സെയിൽസിന് തന്നെ നമുക്ക് ഒരു വലിയൊരു പെർസെൻറ്റേജ് ഓഫ് സെയിൽസിന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ അക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ആമസോണിലൊക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ വെബ്സൈറ്റിലും അത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കസ്റ്റമേഴ്സിന് ട്രസ്റ്റൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പൈൻ മോഡലിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺ പോർട്ടലും മാർക്കറ്റ് പ്ലേസസും കൂടെ കമ്പൈൻഡ് ആയിട്ട് വേണം നമ്മൾ അത് മുന്നോട്ട് പോകാൻ.